ജനിക്കുമ്പോൾ ആ വീട് മുഴുവൻ സന്തോഷത്തിലാകും. എന്നാൽ ആ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മ സന്തുഷ്ടയായിരിക്കുമോ? പ്രസവശേഷം എന്തുകൊണ്ട് 80% അമ്മമാരിലും കണ്ടുവരുന്ന ബേബി ബ്ലൂസ് മുതൽ കൂടുതൽ ഗൗരവമായ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു? പ്രസവത്തിന് പിന്നാലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളും ഉറക്കമില്ലായ്മയും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒരു സ്ത്രീയെ മാനസികമായി തളർത്താം. ഇത് വെറുമൊരു സങ്കടമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരവസ്ഥയാണ്. പ്രധാന ലക്ഷണങ്ങളായി ഡോക്ടർമാർ പറയുന്നത് കാരണമില്ലാതെ കരയുക, കുഞ്ഞിനോട് അടുപ്പം തോന്നാതിരിക്കുക, കഠിനമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, താൻ ഒരു നല്ല അമ്മയല്ല എന്ന കുറ്റബോധം. ഇതൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് മറ്റൊന്നാണ്. എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലും നിറത്തിലും തൂക്കത്തിലുമൊക്കെ ആയിരിക്കും. നിനക്കിപ്പോൾ എന്താ കുറവ്? നല്ല കുഞ്ഞില്ലേ? നല്ല ഭക്ഷണമില്ലേ? എന്ന് ചോദ്യങ്ങൾക്കിടയിൽ ആ അമ്മയുടെ മനസ്സ് ആരും കാണാറില്ല. ഇതൊരു രോഗമല്ലേ എന്ന് ചോദിച്ചാൽ അതെ, ഇത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണ്. തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കാളിയോടോ അടുത്ത സുഹൃത്തിനോടോ പറയുക. സഹായം ചോദിക്കാൻ മടിക്കരുത്. വീട്ടുജോലികളും കുഞ്ഞിനെ നോക്കുന്നതിലും സഹായം സ്വീകരിക്കുക. പങ്കാളിയുടെ പങ്ക് ഈ സമയത്ത് ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ്. വിദഗ്ധ ചികിത്സകൾ കൊടുക്കുക. ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടുക. അമ്മയാകുക എന്നത് ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിൽ താളം തെറ്റുന്നത് സ്വാഭാവികമാണ്. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹായം തേടുന്നത് ഒരു കുറവുമല്ല, മറിച്ച് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പാണ്.